പാലക്കാട്ടേക്ക് ഒന്ന് പോകണം. പാലക്കാട് ഇന്ന് നിശബ്ദമാണ്, നാളെ വിധിയെഴുത്ത്. പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലെത്തും. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം 11 മണി മുതൽ ആരംഭിക്കും. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 1,94,706 വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിലുള്ളത്. 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. പരമാവധി വോട്ട് ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാകും മുന്നണി സ്ഥാനാർത്ഥികൾ. ജി ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മനസ്സിലാക്കുന്ന ശ്രീജിത്തുള്ളത് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന സ്ഥലത്താണ്. അവിടെ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. പോലീസിന്റെ വലിയ സന്നാഹമുണ്ട് അവിടെ. ശ്രീജിത്ത്, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്ന് പോകാം. 1,94,000-ഓളം വോട്ടർമാർ, അതിൻ്റെ നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനമൊക്കെ, അതനുസരിച്ചുള്ള ഉദ്യോഗസ്ഥ വിന്യാസം ഉണ്ടാകും. എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ? എല്ലാം പൂർത്തിയായി എന്ന് കരുതാം അല്ലേ? തീർച്ചയായും എല്ലാം പൂർത്തിയായി. ഇനി പോളിംഗ് സാമഗ്രികൾ ബൂത്തിലേക്ക് എത്തിയാൽ മതി, ബൂത്ത് ക്രമീകരിച്ചാൽ മതി. അങ്ങനെ നാളെ രാവിലെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഇവിടേക്ക് ഇതിപ്പോൾ വിക്ടോറിയ കോളേജിന് മുന്നിലുള്ള കാഴ്ചയാണ്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ വിന്യാസത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉദ്യോഗസ്ഥർ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതിന് തൊട്ടപ്പുറത്താണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഏതാണ്ട് 18 കൗണ്ടറാണ് ഉള്ളത്. ഈ 18 കൗണ്ടറിൽ ആയി 180 ബൂത്തുകളിലേക്കുള്ള സാധനങ്ങൾ വിതരണം ചെയ്യും എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാ സാമഗ്രികളും മഷി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട്. 11 മണിക്ക് വിതരണം ഇപ്പോഴേ സെറ്റായി. എത്ര ഐറ്റം ഉണ്ടാവും ഇതില് ഒരു കിറ്റില്? നമുക്ക് ആ ലിസ്റ്റ് തന്നിട്ടില്ല. എന്നാൽ ഈ മഷി അതെല്ലാം എല്ലാമായിട്ട് ഉണ്ട് അല്ലെ? എല്ലാം എടുത്ത് ഇവിടെ ഇരിക്കുകയാണ്. അതെ അതെ. ഇനി വന്നാൽ അവർക്ക് കൊടുത്താൽ മാത്രം. ഈ മറ്റേ അഡീഷണൽ ആയിട്ടുള്ള മെഷീൻ ഇതെല്ലാം ഇവിടെ തന്നെയാണോ വെക്കുന്നത്? തനിച്ചൊരു കൗണ്ടർ. അപ്പോ ഉദ്യോഗസ്ഥരെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇവിടെ വലിയ നീണ്ട നിരയുണ്ട്. ഇങ്ങനെ ഏതാണ്ട് 18ഓളം കൗണ്ടറാണുള്ളത്. അതായത് ഒരു കൗണ്ടറിൽ ആകെ 10 ബൂത്തുകളുടെ ഇത് കൊടുത്താൽ മതി. ആ നിലയിലാണ് ക്രമീകരണം നടത്തിയിരിക്കുന്നത്. 11 മണിക്കാണ് വിതരണം തുടങ്ങുന്നത്. ഇവിടെ എല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചോദിക്കാം, ഈ മുട്ടായൊക്കെ എന്താണ്? അവിടെ പോളിംഗ് ഓഫീസേഴ്സിന് കൊടുക്കാനുള്ളത് ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്ത് ആശംസയാണ്? നല്ല അവർ ഡ്യൂട്ടി ചെയ്യാൻ, അതാണ് ജനാധിപത്യ പ്രക്രിയയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാകാൻ സാധിച്ചാൽ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടാണ് കലക്ടർ കൊടുത്തിരിക്കുന്നത്. സാധാരണ അങ്ങനെ കൊടുക്കാറുണ്ടോ മുട്ടായി? ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ ദിവസവും അങ്ങനെയാണ് കാണുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കൊരു പ്രോത്സാഹനം കൂടി കൊടുത്തുകൊണ്ടാണ് ജില്ലാ കളക്ടർ, മുഖ്യ വരണാധികാരി അങ്ങനൊരു കവർ മുട്ടായിയൊക്കെ ചേർത്തുകൊണ്ട് ഒരു ഗിഫ്റ്റ് പോലെ ഒരു തരത്തിൽ പറയാം, ആ നിലയിലാണ് ഇവരെ സ്വീകരിക്കുന്നത്. എന്തായാലും വലിയ പ്രക്രിയ അതിന്റെ ഭാഗമാകുന്നു. ഇനിയിപ്പോ വിതരണം 11 മണിക്ക് തുടങ്ങും. ഒരു പ്രത്യേകതയുള്ള, സാധാരണ എല്ലായിടത്തും രാവിലെ 8 മണിക്കൊക്കെ ബൂത്ത് ഈ വിതരണം തുടങ്ങുന്നതാണ്. ഈ പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് ഒരു ചെറിയ മണ്ഡലം എന്ന് പറയേണ്ടി വരും. അതായത് ഒരു 15 കിലോമീറ്റർ സർക്കിളിലാണ് ഈ മണ്ഡലം ആകെയുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഒരു അരമണിക്കൂറിലേക്ക് അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറൊന്നും പരമാവധി വേണ്ട ഒരു ബൂത്തിലേക്ക് ഓടിയെത്താൻ. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ എത്താൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഉള്ളത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ 11 മണിയോടുകൂടി വിതരണം എന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ രാവിലെ പതുക്കെയൊക്കെ വന്നാൽ മതി ഉദ്യോഗസ്ഥർക്ക് എന്നൊരാശ്വാസം അവരെ സംബന്ധിച്ചുണ്ട്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇവിടെ തന്നെയാണ് വോട്ടെണ്ണൽ കേന്ദ്രം ഉള്ളത്. അതായത് നാളെ പൂർത്തിയാക്കിയാൽ മുഴുവൻ ഉദ്യോഗസ്ഥരും ഈ മെഷീനുമായി വോട്ടെണ്ണലിനായി ഈ മെഷീൻ തിരികെ കൊണ്ടേൽപ്പിക്കേണ്ടത് ഇവിടെയാണ്. 23-ാം തീയതി വോട്ടെണ്ണൽ നടക്കുന്നതും ഇവിടെ തന്നെയാണ്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. രഞ്ജിത്ത്, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പാലക്കാട് ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. രഞ്ജിത്ത്, അതാണ് നമുക്കറിയാം, വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന, അതായത് സമാനതകളില്ലാത്ത ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ് പാലക്കാട് എന്ന കാര്യം സംശയമില്ല. രാവിലെ 3
സ്ത്രീത്വ തുടരുക. രാവിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളും ന്യൂസ് 18 സംസാരിച്ചിരുന്നു. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഓടി നടന്ന് വോട്ട് പിടിക്കുകയാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ഓട്ടം നിയമസഭയിലെ അവസാനിക്കുമെന്ന് രാഹുൽ പറയുന്നു. ഭൂരിപക്ഷം എത്രയെന്ന് പറയുന്നില്ലെങ്കിലും മോശമല്ലാത്ത ഭൂരിപക്ഷം ഉറപ്പെന്നും രാഹുൽ ന്യൂസ് 18 പറഞ്ഞു. ശ്രീത്ത് തുടരുന്നുണ്ട്. ശ്രീത്ത്, രാഹുലിന്റെ ആത്മവിശ്വാസത്തിന് ഒരുപാട് അടിസ്ഥാനങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരുടെ കടന്നുവരവ് വരെ കോൺഗ്രസ് ആഘോഷമാക്കുന്നുണ്ട്. ഒരു BJP-കാരനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതിപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് എങ്കിൽ പോലും, ഒപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നീലപ്പെട്ടിയുമായാണ് ഇന്നലെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ കലാശക്കൊട്ടിന് വന്നത്. ആ വിഷയത്തിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഇദ്ദേഹത്തിനെതിരെ വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ടുണ്ടായ കേസിന്റെ കാര്യവും രാഹുൽ പറയുന്നുണ്ട്. അതും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണെന്ന് പറയുന്നു. അങ്ങനെ അമിത ആത്മവിശ്വാസമുണ്ട്, ജയിക്കുമെന്ന് ഉറപ്പുണ്ട്, ഏതാണ്ട് അങ്ങനെ ചില ധാരണകളുമുണ്ട്. രാഹുൽ ആ തരത്തിൽ തന്നെ ഇപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഈ സമയം വരെയും ആത്മവിശ്വാസം ഒട്ടും കുറവില്ലല്ലോ അല്ലേ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്? കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആത്മവിശ്വാസം ഒട്ടും കുറവില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തുടക്കം അവർ പറഞ്ഞിരുന്നത് മറ്റു വിഷയങ്ങളായിരുന്നു. അതായത് കോൺഗ്രസിനുള്ളിലെ പ്രശ്നം, രാഹുലിനെ അംഗീകരിക്കാതെ ജില്ലാ നേതൃത്വം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരുന്നു. കത്ത് വിവാദം ഉൾപ്പെടെയുള്ളതായിരുന്നു. കോൺഗ്രസ് മറ്റൊരു കരുതിയിരുന്നത് ഈ മാസം, അതായത് ഈ നവംബർ 1 പിന്നിട്ടാൽ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കടക്കും എന്നൊരു പ്രതീക്ഷ അവർ പങ്കുവച്ചിരുന്നു. അങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. അതേപോലെ തന്നെ അവർക്കെതിരെ കൊണ്ടുവന്ന ഈ നീലപ്പെട്ടി വിവാദം അടക്കമുള്ളവ അത് കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ ഒരു രാഷ്ട്രീയ നീക്കം എന്ന നിലയിൽ സന്ദീപിനെ തിരികെ കൊണ്ടുവരാൻ ഈ കോൺഗ്രസ് പാളയത്തിലേക്ക്, സമീപകാലത്തൊന്നും കാണാത്ത രീതിയിൽ, സാധാരണ രീതിയിൽ BJP നേതാക്കളാണ് കോൺഗ്രസിലേക്ക് പോകുന്നത്. ഇത് അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു നേതാവിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു, അതും പൊതുജനം അറിയുന്ന ഒരു നേതാവിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ആത്മവിശ്വാസത്തിന്റെ ഘടകം തന്നെയാണ്. എന്തായാലും രാഷ്ട്രീയ പോരാട്ടം നടന്നു, രാഷ്ട്രീയം പറയാൻ കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ ജനം വിധി എഴുതാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വയനാട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അവിടുത്തെ ദുരിതാശ്വാസ സഹായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് വോട്ടിനെ സമീപിച്ചത്. അതൊക്കെ തങ്ങൾക്ക് രാഷ്ട്രീയ വോട്ടുകൾ കൂടുതൽ നേടാനും അങ്ങനെ ഇവിടെ ജയം ഉറപ്പിക്കാനും കഴിയും. അത്യാവശ്യം നല്ല ഭൂരിപക്ഷവും അവർ പ്രതീക്ഷിക്കുകയുമാണ്. തീർച്ചയായും നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകളിലേക്കൊന്ന് പോകണം. വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്, വലിയ ഭൂരിപക്ഷം ഉറപ്പെന്നാണ് രാഹുൽ ന്യൂസ് 18 പറഞ്ഞത്. നിശബ്ദ പ്രചരണം പുരോഗമിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ യാക്കര ഭാഗത്താണുള്ളത്. യാക്കര ഭാഗത്ത് നിശബ്ദ പ്രചരണം എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥിയെ കൊണ്ട് ഓടുകയാണ് പ്രവർത്തകർ. അത്രയധികം ദൂരം ഇനിയും എന്ത് ഓട്ടോ രാഹുലേത് പരമാവധി ആളുകളുടെ ഹൃദയത്തിലേക്ക് ഓടിക്കയറാനുള്ള ശ്രമമാണ്. ഈ ഓട്ടം ഇവിടെ തുടങ്ങി എവിടെ എത്തിയത്? ഈ ഓട്ടം തിരുവനന്തപുരത്ത് എത്തും, നിയമസഭയിലേക്ക് എത്തും. അതാണ് വളരെ സ്പീഡാണ്. എത്രയുണ്ട് ഈ ഭൂരിപക്ഷ പ്രതീക്ഷയൊക്കെ? ഭൂരിപക്ഷം ഞാനിപ്പോ പറയുന്നില്ല, പക്ഷേ ഒട്ടും മോശമല്ലാത്ത നമ്പർ പാലക്കാട്. ഇന്നലെ ഷാഫി പറമ്പിൽ പറഞ്ഞ 5 അക്ക ഭൂരിപക്ഷം എന്നാണ്. വീട്ടിനുള്ളിൽ കയറി ആളുകളെ കാണുകയാണ്. അത്തരത്തിൽ എല്ലാ ആളുകളെയും രാഹുൽ പറഞ്ഞതുപോലെ പരമാവധി ആളുകളെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ കുറച്ച് ഓട്ടമൊക്കെ വേണ്ടിവരുമെന്ന് ആദ്യം മുതൽ ഇത് തന്നെയാണ്. വലിയ വേഗത്തിൽ സ്ഥാനാർത്ഥികൾ ജനങ്ങളിലേക്ക് ഓടുകയാണ്. 5 അക്ക ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിൽ ഇന്നലെ പറഞ്ഞത്. ഞാനൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അക്കത്തിലേക്കും ഭൂരിപക്ഷത്തിലേക്കും കിടക്കുന്നില്ല. എന്തായാലും വളരെ നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. നല്ല ഭൂരിപക്ഷം എങ്ങനെയുണ്ട്? ഇനി മാക്സിമം ആളുകളെ കണ്ടു കഴിഞ്ഞു. മാക്സിമം ആളുകളെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളിലൂടെ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. സത്യത്തിൽ നിശബ്ദ പ്രചരണത്തെ പറ്റിയൊക്കെ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്ന കാലമായി. കാരണം ഇപ്പൊ അത് പ്രസക്തമല്ല. ഇപ്പൊ നിങ്ങളിലൂടെയും കണ്ടോണ്ടിരിക്കുകയല്ലേ ആളുകൾ. എത്രയോ ആളുകളെ കാണുന്നത്. സ്റ്റേജ് കെട്ടി പ്രസംഗിക്കരുത് മാത്രമേ ഇങ്ങനെ സ്ഥാനാർത്ഥി പിടിച്ചു വലിച്ചുകൊണ്ട് ഓടുകയാണ്. വാർഡ് കൗൺസിലറാണ്, ജനകീയനായ വാർഡ് കൗൺസിലറാണ്. പിടിച്ചു വലിച്ചുകൊണ്ട് ഓടുകയാണ്. ഒരു CPM സിറ്റിംഗ് സീറ്റ് ജയിച്ച ആളാണ്. തൊട്ടടുത്ത തവണ ഒരു ex-MLA പരാജയപ്പെടുത്തി CPM-ന്റെ ഒരു കോട്ട പിടിച്ചെടുത്ത ആളാണ്. ഈ സ്കൂളിൽ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, എന്റെ ഐറ്റം വോളിബോളായിരുന്നു. വോളിബോളിൽ കുറച്ച് ചാടി അടിയാണ് പരിപാടി. അത് ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ സ്മാഷ് ഉണ്ടാകും. സൂപ്പർ. 5 അക്ക കൃത്യമാണ് രാഹുലിന്റെ അല്ലേ? ഇത്തരത്തിലാണ് ഓരോ വീടുകളിലും എത്തി വോട്ടർമാരെ നേരിൽ കാണുക. വലിയ പ്രതീക്ഷ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. ഭൂരിപക്ഷം എത്രയെന്ന് കൃത്യമായി പറയുന്നെങ്കിൽ പോലും വലിയ ഭൂരിപക്ഷം ഉണ്ടാകും, അത് ഉറപ്പാണ്. ഇവിടെ നിന്നുള്ള ഓട്ടം നിയമസഭയിലേക്കാണ്, തിരുവനന്തപുരത്തേക്കാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നത്. പ്രേത് കോങ്ങാടിനൊപ്പം VV അരുൺ, ന്യൂസ് 18 പാലക്കാട്. ഇപ്പോൾ MP രാജേഷ് മന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. BJP സ്ഥാനാർത്ഥിക്ക് ഒരു യാഥാർത്ഥ്യബോധവും ഇല്ല എന്നതിന്റെ തെളിവാണ്.
വോട്ട് എണ്ണിക്കഴിയുമ്പോൾ കാണാം മാത്തൂർ കണ്ണാടി പഞ്ചായത്ത് ഇടതുപക്ഷം ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടും എന്ന് മാത്രമല്ല മുനിസിപ്പാലിറ്റിയിലെ BJP കോട്ടകളിൽ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ കൊടി ഉയരും. ഈ വിദ്വേഷം പരത്താൻ LDF ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഈ പത്രപരസ്യങ്ങൾ ഷാഫി പറമ്പിൽ പറയുന്നത്. അപ്പൊ ഈ വിദ്വേഷ പ്രചരണം നടത്തിയ ആളെയല്ലേ അവർ സ്വീകരിച്ചത്? ഞങ്ങളാണോ നടത്തിയത്? സന്ദീപ് വാര്യരല്ലേ വിദ്വേഷ പ്രചരണം നടത്തിയത്? അപ്പൊ അവരല്ലേ സ്വീകരിച്ചത് വിദ്വേഷ പ്രചരണം നടത്തിയ ആളെ? അത് ചൂണ്ടിക്കാണിക്കുന്നതാണോ വിദ്വേഷ പ്രചരണം, അതോ വിദ്വേഷ പ്രചാരകനെ സ്വീകരിച്ചതാണോ? ഈ പരസ്യത്തിലൂടെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കോൺഗ്രസിനെ വിശ്വസിക്കരുതെന്ന സന്ദേശം കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. ജാംബവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്ന് പറഞ്ഞത് ഒരു കോൺഗ്രസ് നേതാവും അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. ആദ്യം ഷാഫി പറമ്പിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയട്ടെ. ജാംബവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്നതാണോ എന്ന അഭിപ്രായം തന്നെയല്ലേ ഷാഫി പറമ്പിലിനും? അതുകൊണ്ടല്ലേ മിണ്ടാത്തത്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും ചോദിച്ചോ? ഞാൻ പറയുന്നു, ബാബറി മസ്ജിദ് തകർത്തത് ജാംബവാനല്ല, നരസിംഹറാവു വേണം. പാവൻ ജാംബവാനെ വെറുതെ വിടണം. കവാടങ്ങൾ തുറന്നുകൊടുത്തതും ജാംബവാനായിരുന്നില്ല, രാജീവ് ഗാന്ധിയായിരുന്നു. ശിലാന്യാസം അനുവദിച്ചതും അതിലും ജാംബവാൻ ഒരു പങ്കുമില്ല, രാജീവ് ഗാന്ധിക്കാണ് പങ്ക്. അതുകൊണ്ട് ജാംബവാനെ വെറുതെ വിടുക. അതെ, നിരപരാധിയാണ് ജാംബവാൻ. അപ്പൊ ഇരട്ട വോട്ട്, കള്ളവോട്ട് ചേർത്തത് ആരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും? ഇപ്പൊ വ്യക്തമായല്ലോ, ഇപ്പൊ പൂച്ച് പുറത്തു ചാടിയല്ലോ. ആരാണ് കള്ളവോട്ട് ചേർത്തത് എന്നും കള്ളവോട്ടിന്റെ ഗുണഭോക്താവ് ആരാണ് എന്നും ഇപ്പൊ പുറത്തു ചാടി. വ്യാജ കാർഡുണ്ടാക്കി അതേ വിദ്വാൻമാരാണ് കള്ളവോട്ടും ചേർത്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് കുറച്ച് പ്രയാസമുണ്ടാവും. ഒരു കള്ളവോട്ടും ചെയ്യാൻ അനുവദിക്കില്ല. അത് ഞങ്ങളുടെ ജനാധിപത്യപരമായ ഉത്തരവാദിത്വമാണ്. തെരഞ്ഞെടുപ്പ് കള്ളവോട്ടിലൂടെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ തടയുക. നിയമാനുസൃതമായി അതിൽ ചെയ്യാവുന്ന അങ്ങേയറ്റം ഞങ്ങൾ ചെയ്തിരിക്കും. നിയമാനുസൃതമായി ചെയ്യാവുന്ന അങ്ങേയറ്റം ഞങ്ങൾ ചെയ്തിരിക്കും. നിയമാനുസൃതമായിട്ട് അത് തടയാൻ ബൂത്തിലും മാർഗമുണ്ട്. ശരി. MP രാജേഷാണ് മാധ്യമങ്ങളെ കണ്ടത്. ശക്തമായ മത്സരം, വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് MP രാജേഷ് പറയുന്നു. സന്ദീപ് വാര്യർക്കെതിരെയുള്ള വിമർശനം ഇന്നും ആവർത്തിക്കാൻ മന്ത്രി മടിച്ചില്ല. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി പാലക്കാട്ടെ കൃഷ്ണകുമാറാണ്. നഗരസഭാ പരിധിയിൽ 10,000 വോട്ടിന്റെ ലീഡ് നേടുമെന്നാണ് BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ ഒരു ആത്മവിശ്വാസം. അദ്ദേഹം ന്യൂസ് 8 പറഞ്ഞു മാത്തൂറും കണ്ണാടി പഞ്ചായത്തുകളിൽ മുന്നിലെത്തുമെന്നും കൃഷ്ണകുമാർ ആത്മവിശ്വാസം പങ്കുവച്ചു. ശ്രീത്ത് തുടരുന്നുണ്ട്. ശ്രീത്ത്, ഈ BJP നമുക്കറിയാം കഴിഞ്ഞ 2 തവണയായി നഗരസഭ ഭരിക്കുന്നതാണ് BJP. പക്ഷെ അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്പം ഒരു പുറകോട്ട് പോക്കുണ്ടായി എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അന്ന് കൃഷ്ണകുമാർ തന്നെയായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. ഒപ്പം മറ്റ് 3 പഞ്ചായത്തുകളിലും എന്താണ് പ്രതീക്ഷ? എങ്ങനെയാണ് ഈ വലിയ ഭൂരിപക്ഷം ജയിക്കുമെന്നും വിജയിക്കുമെന്നും BJP ആത്മവിശ്വാസം പങ്കുവെക്കുന്നത്? അവരുടെ കണക്കെന്താണ് ഈ അവസാന വട്ടത്ത്? രഞ്ജിത്ത്, അവരുടെ ഒരു കണക്ക് ഇത്തവണ RSS കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSS അങ്ങനെ പ്രവർത്തിച്ചിരുന്നില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി RSS പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നഗരപ്രദേശം ഇപ്പൊ കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 6,000 മുതൽ 8,000 വരെ വോട്ടുകളുടെ ലീഡാണ് നേടിയിരുന്നത്. അതിനുമപ്പുറത്തേക്ക് 10,000 കടന്ന് മുന്നോട്ട് പോകണം നഗരത്തിൽ വോട്ടെണ്ണുമ്പോൾ. അങ്ങനെ ഉണ്ടെങ്കിൽ ജയിക്കാമെന്നുള്ളതാണ്. അവിടെ അത് മാത്രമല്ല, തൊട്ടപ്പുറത്ത് വരുന്ന പിരായിരി പഞ്ചായത്ത്, അവിടെ കോൺഗ്രസിന്റെ കോട്ടയാണ്, ലീഗ് കോട്ടയാണ്. അത്തരം വോട്ടുകൾ അവിടെ പോകും. അതേസമയം തന്നെ അവിടെയും ഒരുപാട് പിന്നിൽ പോകാതെ നിൽക്കുക. മാത്തൂരും കണ്ണാരിയും ഒന്നാമതെത്തുമെന്നാണ് അവർ പറയുന്നത്. ഒന്നാമതെത്തിയില്ലെങ്കിലും പോലും ഒരുപക്ഷെ UDF ഒക്കെയാണ് അവിടെ, LDF ഒക്കെയാണ് അവിടെ രണ്ടാമത് പലപ്പോഴും എത്താറുള്ളത്. അവിടെയെങ്കിലും രണ്ടാമതൊക്കെ എത്തിക്കഴിഞ്ഞാൽ ജയം ഉറപ്പിക്കാമെന്ന് അവർ കരുതുകയാണ്. അവർ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അവർ പറയുന്നത് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ പോലും ഏതാണ്ട് 6,000-ഓളം നിസ്സംഗരായ വോട്ടർമാരുണ്ടായിരുന്നു. കാരണം വോട്ട് ഈ ശ്രീധരൻ എന്തായാലും ജയിക്കുമെന്ന് കരുതി വോട്ട് ചെയ്യാതെ പലരും മാറി നിന്നിട്ടുണ്ട്. പലർക്കും പല പിണക്കങ്ങളും ഉണ്ടായിരുന്നു, അവരൊക്കെ മാറി നിന്നിട്ടുണ്ട്. ഇത്തവണ അതൊന്നും ഉണ്ടാവില്ല. അവരെ മുഴുവൻ ബൂത്തിൽ എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് BJP പറയുന്നത്. അതാണ് അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയും. പിന്നെ
തുടക്കം മുതൽ ഒരു വലിയ ബഹളം വെക്കാതെ താഴെ തട്ടിലാണ് ഒരു സൈലന്റ് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. നിശബ്ദമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. മാത്രവുമല്ല, ഇപ്പുറത്ത് സന്ദീപ് വാര്യരെ ഉൾപ്പെടെ എത്തിച്ചതിൽ അതിലും പല പ്രശ്നങ്ങളും മുസ്ലിം സമുദായത്തിനിടയിലടക്കം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനോട് എതിർപ്പുള്ളവർ, ഇന്നലെ തന്നെ കെ സുരേന്ദ്രൻ ചോദിച്ചത്, ഞങ്ങളാരും വംശഹത്യ ചെയ്യണം, മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. അതായത് സന്ദീപ് വാര്യരുടെ ആ ഒരു പഴയ കാശ്മീർ പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തത്. അങ്ങനൊരു എന്താ പറയുക, അതേ കാര്യം തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രചരണം അടക്കമുള്ള കാര്യം തന്നെ ഇടതുപക്ഷവും, ഇത് BJPയും ഇടതുപക്ഷവും ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പല തട്ടിൽ നടന്ന പ്രചരണം, ഓരോ വിഷയത്തിലും അങ്ങനെ പല തട്ടിൽ നടന്ന പ്രചരണം കൂടി നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. അതിന്റെ ആത്യന്തിക ഗുണം, ഒപ്പം തന്നെ BJP കോൺഗ്രസ് ഒരു വലിയ കോൺഗ്രസ് LDF ഒരു വലിയ ഫൈറ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPMന്റെ വോട്ടുകൾ, സാധാരണ കോൺഗ്രസിന് പോകുന്ന വോട്ടുകൾ അങ്ങനെ പോകില്ല. അത് പോകാതെ ഇടതുപക്ഷം തന്നെ പിടിച്ചാൽ അത് BJPയുടെ ജയത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് അവരുടെ ഒരു ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. തീർച്ചയായും അത് പ്രധാനപ്പെട്ടതാണ്. അതാണ് കൃഷ്ണകുമാറിന്റെ ആത്മവിശ്വാസം. കൃഷ്ണകുമാർ രാവിലെ ന്യൂസ് 18നോട് സംസാരിച്ചിരുന്നു. കൃഷ്ണകുമാറിന്റെ വാക്കുകളിലേക്ക്. എങ്ങനെയുണ്ട് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ, പരമാവധി ആളുകൾ നേരിൽ കാണുകയാണോ? അതെ, പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ളതാണ്. ഇത് നേരത്തെ വന്ന സ്ഥലമാണല്ലേ? അല്ലല്ല, ഇത് ഞാൻ നേരത്തെ ഇവിടെ ഞാൻ ഈ പ്രദേശത്ത് 2000 നഗരസഭാ കൗൺസിലറായിട്ട് ആദ്യം ജയിച്ച പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആളുകളെ നേരിൽ കാണുക, വോട്ട് ചോദിക്കുക എന്നുള്ളത്. ഇന്നലത്തെ ഈ കുട്ടിക്കലാശത്തിന്റെയൊക്കെ ഒരു ആവേശം എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ ആവേശത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തകര്. ഞങ്ങൾ ആദ്യം തുടക്കം മുതൽ തന്നെ പറഞ്ഞല്ലോ, ആദ്യ ദിനം തൊട്ട് ഞങ്ങൾ വലിയ ആവേശത്തിലാണ്. ഓരോ ദിവസം കഴിയുന്നവരും ഞങ്ങളുടെ ആവേശം വർദ്ധിക്കുകയാണ്, ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. എങ്ങനെ ഇവിടുത്തെ ഒരു ലീഡ് വർദ്ധിപ്പിക്കാനാകുമെന്ന് തന്നെയാണോ? അതെ, ഞങ്ങൾ 10,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യും. അത് ഞങ്ങൾ 10,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് പാലക്കാട് നഗരസഭാ പരിധിയിലുണ്ടാവും. പഞ്ചായത്തുകളിൽ ഞങ്ങൾ 2 പഞ്ചായത്തുകളിൽ 1ാം സ്ഥാനം വരും. 2 പഞ്ചായത്തുകളിൽ മാത്തൂരും കണ്ണാടിയും ഞങ്ങൾ 1ാം സ്ഥാനം വരും. CPMന്റെ പഞ്ചായത്താണ്. CPMന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നല്ലോ ഇതെല്ലാം. അതല്ലേ തകർന്നടിഞ്ഞത്. പാലക്കാട് നഗരസഭയിൽ CPMന് 17 സീറ്റ് ഉണ്ടായിരുന്നു, 7 സീറ്റാണ്. ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണോ നമ്മുടെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത്? അങ്ങനെയാണോ? കോൺഗ്രസുമായിട്ട് 2ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം അവർ 2 മുന്നണിയും തമ്മിൽ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിലാണ്. 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് UDFും LDFും തമ്മിൽ എന്നാണ് കൃഷ്ണകുമാറിന്റെ ആത്മവിശ്വാസം. അതേസമയം പാലക്കാട്ട് 20,000 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷം ഉറപ്പാണെന്നാണ് ഡോക്ടർ P. സരിൻ പറയുന്നത്. വോട്ടിംഗ് മെഷീന്റെ മാതൃകയുമായി വോട്ടർമാരുടെ അടുത്തെത്തി പേരിന് നേർക്ക് വോട്ട് ചെയ്യിച്ച് പരിശീലിപ്പിച്ചാണ് സരിന്റെ പ്രചരണം. ശ്രീജിത്ത്, ഇവിടെ ഇന്നിപ്പോൾ സന്ദീപ് വാര്യർക്കെതിരെയുള്ള നിരവധി പോസ്റ്ററുകൾ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. സന്ദീപ് വാര്യരുടെ നേരത്തെയുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളടക്കം ചേർത്ത് വെച്ചുകൊണ്ട്. അപ്പോൾ സരിനെ സ്വന്തം പാളയത്തിലെത്തിച്ചു, മത്സരിച്ചു, സ്റ്റെതസ്കോപ്പാണ് ചിഹ്നമെങ്കിൽ പോലും അത് വോട്ടർമാർക്കിടയിൽ പരമാവധി എത്തിക്കാൻ ശ്രമിക്കുന്നു. നമുക്കറിയാം, പെട്ടിവാദമൊക്കെ തിരിച്ചടിച്ചുവെങ്കിലും അതിനുശേഷം വലിയ പ്രചരണത്തിലൂടെ അത് മറികടക്കാനായി സരിന്റെ ഒരു ജനകീയത അത് കുറച്ചുകൂടി കൂട്ടാനായി എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണോ LDF ക്യാമ്പുള്ളത്? തീർച്ചയായും. അതായത് പതിവില്ലാതെ LDF ഇവിടെ ഒരു ആത്മവിശ്വാസം അങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഒന്ന്, അവരുടെ അടിസ്ഥാന താഴെ തട്ടിലുള്ള പ്രവർത്തനം അവർ നടത്തി. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ പറയുന്നത് സരിൻ എന്ന സ്ഥാനാർത്ഥിയാണ്. ഇടത് വോട്ടുകൾ പ്ലസ് സരിൻ നേടുന്ന വോട്ടുകൾ അതുകൂടിയായാൽ ഒന്നാമതെത്താമെന്നൊരു കണക്ക് തന്നെ അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരം ചില പ്രതികരണം. ഇപ്പോൾ സന്ദീപ് വാര്യരെ കൊണ്ടുവന്നത് കോൺഗ്രസ് ക്യാമ്പിന് വലിയ നേട്ടമായി അവർ പറയുമ്പോഴും അതേ ആയുധം ഉപയോഗിക്കുകയാണ് ഇപ്പുറത്ത് CPM കൂടി ചെയ്യുന്നത്. BJPയും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാശ്മീരിലെ വംശഹത്യ സമാനമായ പ്രവർത്തനം, ഇപ്പൊ ടയറിട്ട് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സന്ദീപിന്റെ പഴയ പോസ്റ്റുകൾ വലിയ ആയുധമാക്കുന്നു. അങ്ങനെ പറഞ്ഞ ഒരാളെ നിങ്ങൾ എങ്ങനെയാണ്, അങ്ങനൊരു വർഗീയ വിഷമുള്ള കാളിയനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന ചോദ്യമാണ് അല്പസമയം മുമ്പ് MP രാജേഷും ചോദിക്കുന്നത്. ആ നിലയിൽ അപ്പുറത്തേക്ക്, അതായത് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലെ വോട്ടുകൾ കൂടി നേടിയെടുക്കാനുള്ള തന്ത്രം ഇടതുപക്ഷവും നടത്തുന്നുണ്ട്. അങ്ങനെ പിരായിരി പഞ്ചായത്തിലടക്കം അല്പം മുന്നേറ്റം ഉണ്ടാക്കാനുള്ള തന്ത്രങ്ങൾ അവർ നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും പരമാവധി വോട്ടുകൾ സമാഹരിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സരിന് കിട്ടുന്ന അംഗീകാരം കൂടി അവർ പ്രതീക്ഷിക്കുന്നു. ആ നിലയിൽ ഒന്നാമതെത്താം എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയുള്ള അടിത്തട്ടിലുള്ള പ്രവർത്തനവും അവർ നടത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഇടത് ക്യാമ്പുമുള്ളത്. നമുക്ക് സരിന്റെ വാക്കുകളിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകാം. സരിൻ രാവിലെ അരുണിനോട് സംസാരിച്ചിരുന്നു. സരിന്റെ വാക്കുകളിലേക്ക്.
ഈ അവസാന മണിക്കൂറിൽ വ്യത്യസ്തമായ ഒരു പ്രചരണ രീതിയുമായാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിൻ മുന്നോട്ട് പോകുന്നത്. വോട്ടർ ബാലറ്റ് ബോക്സിന്റെ മാതൃകയും അതുപോലെ തന്നെ ചിഹ്നവുമൊക്കെയായി വോട്ടർമാരിലേക്ക് വീണ്ടും വീണ്ടും എത്തുകയാണ് സരിൻ. സരിൻ, ഒരു വ്യത്യസ്തമായ ഒരു പ്രചരണമാണല്ലോ ഇത്. മാതൃക EVM ആയിട്ടൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഒരു 9ാമത്തെ ചിഹ്നമാണ് നമ്മുടെ ചിഹ്നമെന്നും ചിഹ്നം നോക്കി സമയമെടുത്ത് 9ാമത്തെ പേരിനും ചിഹ്നത്തിനും നേരെ വോട്ട് ചെയ്താൽ മതിയെന്നും അവരോട് പറയണം. അവർക്കൊരു ആശങ്ക ഉണ്ടാവരുതല്ലോ. ആദ്യത്തെ പേരുകൾ ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ കാണുന്നില്ലല്ലോ, അത് പാടില്ലല്ലോ. അപ്പൊ തെരഞ്ഞ് എടുക്കുക എന്നുള്ളതാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ അർത്ഥം. തിരയണം, 9 വരെ തിരയണം, 9ാമതാണ് നമ്മൾ ജയിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ആത്മവിശ്വാസം? എങ്ങനെയുണ്ട് ജനങ്ങൾ നമ്മുടെ പേരും, ചിലർക്ക് നമ്മുടെ പേര് സരിൻ എന്ന് ഒരു പെട്ടെന്ന് പിടിയിട്ടാത്ത ഒരു പേരായതുകൊണ്ട് അവര് പേര് വിളിക്കുക സരുണെ, സരിമോനെ എന്നൊക്കെയാ. പക്ഷെ അതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അർത്ഥം. ഡോക്ടർ എന്ന് പിന്നെ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ പേരിന്റെ കൂടെ ഡോ എന്നുണ്ടാവുള്ളൂ, ഡോക്ടർ മുഴുവല്ല. അപ്പൊ ഡോ സരിനായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചിഹ്നം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവര് മനസ്സിലാക്കുന്നു. ഭൂരിപക്ഷ പ്രതീക്ഷയൊക്കെ എത്രയായി? ഞാൻ കൃത്യമായി പറഞ്ഞു. മറക്കണ്ട, ചിഹ്നത്തിന്റെ 9ാമത്തെ അമർത്തിക്കോളൂ. ഇതുപോലെ 9 ആണ്, താഴെയാണ് ഉണ്ടാവുക. നമസ്കാരം. വരാ 20,000 മനുഷ്യരുടെ എങ്കിലും വോട്ടിന്റെ വ്യത്യാസത്തിൽ നമ്മൾ ജയിക്കും. ഓരോരുത്തരും ഓരോ വോട്ടാ ചെയ്യുന്ന, ഓരോ മനുഷ്യരും അറിഞ്ഞു ചെയ്യുന്ന വോട്ടാണിത്. അങ്ങനെ 70,000-ത്തിലധികം മനുഷ്യരുടെ വോട്ട് കിട്ടും. 20,000-ത്തിലധികം മനുഷ്യരുടെ വോട്ടിന് ജയിക്കും. വലിയ ആത്മവിശ്വാസം തന്നെയാണ് സാറിനുള്ളത്. ചിഹ്നം ഇങ്ങനെ പരിചയപ്പെടുത്തി വോട്ടിംഗ് മെഷീൻ വോട്ട് ചെയ്യിച്ച് അത് പരിശീലിപ്പിച്ചാണ് ഒരു സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. വളരെ വ്യത്യസ്തമായ പ്രചരണ രീതി. അത്രത്തോളം ഇങ്ങനെ നമ്മൾ ദൃശ്യങ്ങൾ കാണാം. ഇങ്ങനെ 9ാമത്തെ മെഷീൻ 9ാമത്തെ ഭാഗത്ത് വോട്ട് ചെയ്ത് ബീപ് ശബ്ദം കേൾക്കുന്നവർ വോട്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ആദ്യം ഈ വോട്ടർമാരെ വോട്ടിംഗ് മെഷീനുമായി പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ രീതിയുമായാണ് സരിൻ മുന്നോട്ട് പോകുന്നത്. വലിയ ആത്മവിശ്വാസം, 20,000 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷം കിട്ടുമെന്ന ആത്മവിശ്വാസവുമായാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ ഈ പ്രചരണം അവസാന മണിക്കൂറിൽ പുരോഗമിക്കുന്നത്. പ്രജിത് കോങ്ങാടിനൊപ്പം VV അരുൺ, ന്യൂസ് 18 പാലക്കാട്. അതാണ് ഈ 3 സ്ഥാനാർത്ഥികളുടെയും ആത്മവിശ്വാസം. ഭൂരിപക്ഷം ഒട്ടും കുറയില്ല എന്നും വളരെ കൃത്യമായ കണക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ